കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ദുരന്തഭൂമിയിലേക്കൊരു യാത്ര. നമ്മൾ ഇതുവരെ സമ്പാദിച്ചതും കെട്ടിപ്പിടിച്ചതും പടുത്തുയർത്തിയതും ഒരു നിമിഷം കൊണ്ടെല്ലാം മണ്ണിടിഞ്ഞു വെണ്ണീറായ ഈ കാഴ്ച, പ്രത്യേകിച്ച് നമ്മൾ ഇടുക്കിക്കാർ ഇനിയെങ്കിലും കണ്ടൊന്ന് മനസ്സിലാക്കുക. ഇത്രയും വലിയ ഒരു വിസ്ഫോടനം ഭൂമിക്കുള്ളിൽ നിന്ന്, മലകളുടെ ഉള്ളിൽ നിന്നുണ്ടായപ്പോൾ ഇടുക്കിയുടെ മണ്ണിൽ, മലകളുടെ മുകളിൽ ഏത് സമയത്തും വിസ്ഫോടനത്തിന് കാത്തിരിക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ അനുഭവാവസ്ഥ കണ്ടെങ്കിലും തമിഴ്നാടിന് ദയ തോന്നി എത്രയും പെട്ടെന്ന് ഭൂമിശാസ്ത്രപരമായ ഒരു നിലനിൽപ്പിന് മുല്ലപ്പെരിയാറിനൊരു പരിഹാരം ഉണ്ടാകുമെന്നെങ്കിലും പ്രതീക്ഷിക്കാം. ഇത്രയും വലിയൊരു പ്രളയം ഭൂമിക്കടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് മനുഷ്യ സമൂഹം ആദ്യമായിട്ടായിരിക്കും ഇത് കണ്ടറിയുന്നത്. മൃഗങ്ങൾ ഉൾപ്പെടെ മനുഷ്യജീവന് വില പോലും കൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രകൃതി കാർന്നെടുത്തിരിക്കുന്നത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള വികൃതമായ ശരീരങ്ങളും കുട്ടികളുടെ ഉൾപ്പെടെ വികൃതമായി കിടക്കുന്ന ശരീരഭാഗങ്ങൾ, അവശിഷ്ടങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണെന്ന് ഏതൊരു മനുഷ്യനും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഈ സഹോദരങ്ങളുടെ രക്ഷാപ്രവർത്തനവും നടത്തുന്ന നമ്മുടെ ഈ സഹോദരങ്ങൾക്കും ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നോ ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരും ദുരന്തമുഖത്ത് ഇവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ദുഷ്കരമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറ്റവരും ഉടയവരും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവരുടെ രോദനം മാത്രമാണ് രക്ഷാപ്രവർത്തന ക്യാമ്പുകളിൽ കേൾക്കാവുന്നതും. കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഇതിലും വലിയ ദുരന്താവസ്ഥയായിരിക്കും ഇതിൻ്റെ മുകളിൽ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളും അങ്ങോട്ട് എത്തിപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദുരിതകർമ്മ സേനയും പട്ടാളക്കാരും ഇപ്പോഴും കഠിന പരിശ്രമത്തിലാണ്. മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മറ്റു മന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാം തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും എന്ത് സഹായത്തിനും രാജ്യാന്തര തലത്തിൽ വരെ വലിയൊരു ജനസമൂഹം കാത്തിരിക്കുകയാണ്. പക്ഷേ ഇനിയും ഇതുപോലെയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ സർക്കാരും ചില ജനങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു. കസ്തൂരിരംഗൻ നിയമം നടപ്പാക്കാൻ അതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ കത്തിച്ച് സമരം ചെയ്തവർ ഇന്നും ആഡംബര ജീവിതത്തിൽ വൻ റിസോർട്ട് ഉടമകളും കയ്യേറ്റ ഭൂമിക്ക് ഏജന്റ് പണികൾ ചെയ്ത് ഇന്നും ഭൂമാഫിയകൾ ഇടുക്കിയെ വിഴുങ്ങിയിരിക്കുകയാണെന്നുള്ള സത്യം കൂടി നമ്മൾ കാണാതെ പോകരുത്. വാഗമണിൻ്റെ മൊട്ടക്കുന്നുകളായ മലനിരകളിലും മൂന്നാറിൻ്റെ പ്രകൃതിലോലമായ പല സ്ഥലങ്ങളിലും വൻ കെട്ടിടങ്ങളാണ് ഇപ്പോഴും പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. കസ്തൂരി രംഗൻ സത്യസന്ധമാണെന്ന് വെളിപ്പെടുത്തിയ ഒരു ഭരണാധികാരിയെ ഇടുക്കിയിൽ നിന്നും നാടുകടത്തിയ സംഭവം നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന ചില നിയമങ്ങളും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും പാരിസ്ഥിതിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഭൂമിക്ക് മാറ്റം വരുത്തുന്നതിന് 4 ലക്ഷത്തോളം അപേക്ഷകളാണ് സർക്കാരിൻ്റെ മുന്നിൽ, റവന്യൂ വകുപ്പുകളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതെന്നും നമ്മൾ വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കിട്ടിയ അപേക്ഷയുടെ 20% സർക്കാരിൻ്റെ പേപ്പർ ഭാഗങ്ങൾ കയ്യിലുണ്ടെന്നും പറഞ്ഞ് മാഫിയകൾ ഫയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന കാലവും നമുക്കത്ര സുഖകരം ആയിരിക്കില്ല എന്നുകൂടിയുള്ള സൂചനയാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രകൃതിക്ഷോഭം എന്ന് നമ്മൾ ചിലരെങ്കിലും മനസ്സിലാക്കിയാൽ നല്ല കാര്യം.
നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ വിജയൻ.